പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാനിന്ന് വീഡിയോ വരുന്നത് എൻ്റെ സുഹൃത്തിന് പറ്റിയ ഒരു ദുരനുഭവത്തെപ്പറ്റി വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ്. നമുക്കെല്ലാം അറിയാം, നമ്മളെല്ലാം സ്ഥിരമായി ഉപയോഗിക്കുന്ന വണ്ടികൾ ഒരു ഘട്ടം കഴിഞ്ഞാൽ നമ്മളൊക്കെ അത് വിൽപ്പന നടക്കും. വിൽപ്പന നടത്തുമ്പോൾ അതിൻ്റെ നടപടിക്രമങ്ങളെ എന്താണെന്ന് പോലും അറിയാതെയാണ് നമ്മൾ പല കാലത്തിലും വണ്ടി വിൽപ്പന നടത്തുക. അതുപോലെ തന്നെ എൻ്റെ സുഹൃത്തും ഈ പുതിയ വണ്ടി ഷോറൂമിൽ വിൽപ്പന നടത്തുകയും സെയിൽ ലെറ്റർ കാര്യങ്ങളെല്ലാം ഒപ്പിട്ട് വാങ്ങുകയും നല്ല വണ്ടിക്ക് വില കിട്ടുകയും ചെയ്തപ്പോൾ അത് കൊടുക്കുകയും ചെയ്തു. ഇദ്ദേഹം പുതിയ വണ്ടി വാങ്ങുകയും ചെയ്തു. ഇത് 2020 നടന്നൊരു അനുഭവമാണ് പറഞ്ഞത്. പിന്നീട് ഈ വണ്ടിയെ പറ്റിയോ കാര്യങ്ങളെ പറ്റിയോ ഇയാളൊന്നും ചിന്തിച്ചില്ല. കാരണം എൻ്റെ ഭാഗത്തുള്ള എല്ലാ പ്രശ്നങ്ങളും ഞാൻ തീർത്തില്ലല്ലോ, അതിന് പ്രശ്നമൊന്നുമില്ല ധാരണയിൽ നിന്നുകൊണ്ട് തന്നെ ഇദ്ദേഹത്തിന് ഈ സംഭവങ്ങളെ മറന്നുപോയി ഇദ്ദേഹത്തിന്. അപ്പോൾ 2022 അദ്ദേഹത്തിന് ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കോൾ വരുന്നത്, നിങ്ങളെ വണ്ടി ഇന്നലെ അപകടപ്പെട്ടിട്ടുള്ളത്, നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ എത്തിച്ചേരണമെന്ന് പറയും. അപ്പോൾ അവിടുത്തെ ഒരാൾ മരണപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും തോന്നിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടി ഒരു അപകടമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാക്കിയില്ല. അതുകൊണ്ട് തന്നെ വളരെ കൂളായിട്ട് സ്റ്റേഷനിൽ അയാൾ എത്തുകയും എത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ വണ്ടി നമ്പർ വെച്ചിട്ട് ഈ വണ്ടിയാണ് എന്ന് പറഞ്ഞപ്പോൾ ഇദ്ദേഹം പറഞ്ഞു, ഇതെൻ്റെ വണ്ടിയല്ല, ഞാനിത് പണ്ട് വിറ്റ വണ്ടിയാണിത്, കാരണം എൻ്റെ അടുക്ക് എല്ലാ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളും ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്തൊക്കെയാണ് ഡോക്യുമെൻറ്റ്സ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സെയിൽ ലെറ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് പറഞ്ഞപ്പോൾ പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തിന് കിട്ടിയ മറുപടി എന്ന് പറഞ്ഞാൽ, ഈ വണ്ടി ഇപ്പോഴും നിങ്ങളുടെ പേരിലാണ് കിടക്കുന്നത്, നിങ്ങളുമായിട്ട് ഈ രജിസ്ട്രേഷൻ ഇതുവരെ മാറിയിട്ടില്ല, അതുകൊണ്ട് തന്നെ നിങ്ങളും ഇതിന് കുറ്റക്കാരനാണെന്ന് മനസ്സിലായി. അപ്പം ഇദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് വാദപ്രതിവാദങ്ങൾ നടത്തി, വക്കീലുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ചോദിച്ച് അന്വേഷിച്ചു കാര്യങ്ങൾ നടത്തി. ഇതിൽ കേസിൽ നിന്ന് ഒഴിവാനുള്ള വഴി നോക്കി, പക്ഷേ ഒരു തരത്തിലും ഒഴിവായില്ല. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അതിലുണ്ടായെന്ന് വെച്ചാൽ ഇദ്ദേഹം കൊടുക്കുന്ന സമയത്ത് 10 മാസത്തോളം ഇൻഷുറൻസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ 2 വർഷത്തിന് ശേഷം ഈ പോളിസി നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഇൻഷുറൻസ് പിന്നീട് അടച്ചിട്ടേ ഇല്ല വാങ്ങിയ കസ്റ്റമർ. അതുകൊണ്ട് തന്നെ ഈ അപകടത്തിനും മരണത്തിനെ സംബന്ധിച്ചുള്ള ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഈ RC ഓണർ എന്നുള്ളവർക്കും വണ്ടി ഓടിച്ചിട്ടുള്ള അയാൾക്കുമാണ് ഇതുള്ളതെന്ന് മനസ്സിലായത്. അങ്ങനെ കേസ് നടത്തി. ഇപ്പോൾ കേസിന് വിധി വന്നിരിക്കുകയാണ്. 2025 നവംബറിലാണ് അതിന് കേസിന് വിധി വന്നത്. 35 ലക്ഷം രൂപയാണ് കൊടുക്കാനുള്ള വിധി വന്നത്. ഒരു നിർധനരായ കുടുംബത്തിൽപ്പെട്ട ആളായിരുന്നു ഇദ്ദേഹം. എങ്ങനെയാണ് കൊടുത്തു തീർക്കാൻ പറ്റുക? അപ്പോൾ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, നമ്മളെപ്പോലത്തെ ആളുകൾക്ക്, പാവപ്പെട്ട ആളുകൾ പ്രത്യേകിച്ചിട്ടും, ഒരു വണ്ടി വിൽപ്പന നടത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതും കൃത്യമായ നിനക്ക് ധാരണ വേണം എന്നാണ് പറയുന്നത്. പല ആളുകളും വളരെ കൂളായിട്ടാണ് ഇത് വിൽപ്പന നടത്തുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചിട്ടുള്ളത്. സെയിൽ ലെറ്റർ കൊണ്ട് യാതൊരു കാര്യവും ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കാരണം നിങ്ങൾ കോടതിയിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സെയിൽ ലെറ്ററിന് ഒരു വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത്. ഇതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വണ്ടി വിറ്റ് കഴിഞ്ഞ ശേഷം നിങ്ങളെ പേരിൽ നിന്ന് വണ്ടി എന്നാണോ RT ഓഫീസിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുവരെ RC ഓണർ നിലക്ക് നിങ്ങൾക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം, പൂർണ്ണമായ ഉത്തരവാദിത്വം. അതുകൊണ്ട് അതിനുശേഷം മാത്രമേ വണ്ടി വിൽപ്പന നടത്താൻ പാടുള്ളൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങൾ മറക്കരുത്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.